സംസ്ഥാന സാക്ഷരതാ മിഷൻ തീരദേശ സാക്ഷരതാ പരിപാടിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ 4ാം തരം തുല്യതാ ക്ലാസുകൾ നടത്തുന്ന അക്ഷരസാഗരം പദ്ധതിയിലെ ഇൻസ്ട്രക്ടർമാരുടെ യോഗം ചേർന്നു. കൊയിലാണ്ടി ടൗൺ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് കെ സത്യൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജനകീയ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും മികച്ചത് എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് സാക്ഷരതാ പ്രസ്ഥാനം. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് സാക്ഷരതാ പ്രസ്ഥാനം വിദ്യാഭ്യാസ കാലത്ത് സാക്ഷരതാ പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്നവരാണ് നമ്മളിൽ പലരും, അല്ലെങ്കിൽ ഞങ്ങളിൽ പലരും. നേരത്തെ ഷിജുമാഷ് സൂചിപ്പിച്ചതുപോലെ 1998 ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ട് ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്തിലെ മുഴുവൻ ആളുകളും അക്ഷരത്തിന്റെ സന്ദേശം എത്തിക്കുക എന്ന വലിയ ദൗത്യം ഏറ്റെടുക്കുകയാണ്. അതായിരുന്നു ലോകം അംഗീകരിച്ചിട്ടുള്ള കേരളത്തിന്റെ സാക്ഷരതാ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ആ വർഷത്തിന് തൊട്ടു മുന്നോടിയായി നടന്നിട്ടുള്ള ജനകീയ ആസൂത്രണ പ്രസ്ഥാനവും കുടുംബശ്രീ പ്രസ്ഥാനവുമെല്ലാം ഈ കേരളത്തിന്റെ വലിയ മുന്നേറ്റത്തിന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. 10ാം തരം ഹയർ സെക്കൻഡറി രജിസ്ട്രേഷനോടനുബന്ധിച്ച് ജില്ലയിലെ എല്ലാ പ്രതിനിധികൾക്കും നൽകുന്നതിനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പാറശ്ശേരി നൽകുന്ന കത്ത് നഗരസഭാ ചെയർമാൻ പ്രകാശനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഷിജു മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ അബ്ദുൾ റാഷിദ് സ്വാഗതവും പറഞ്ഞു. ജില്ലയിൽ 1123 പഠിതാക്കളാണ് അക്ഷരസാഗരം 4ാം തരം പദ്ധതിയിൽ പങ്കെടുക്കുന്നത്. അസിസ്റ്റന്റ് കോർഡിനേറ്റർ രാധാകൃഷ്ണൻ വി, നോഡൽ പ്രേരകന്മാരായിട്ടുള്ള യമുന, ഷാഹിന, ഷൈജ KK, ഷീന P, ദീപ M, സാബിറ PP, സുരേഷ് കുമാർ S, ശ്രീജിത്ത് കുമാർ S, ശോഭ എന്നിവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ടുഡേ കേരള. MRR Restaurant opposite Police Station, Main Road, Koilandi. 9946955557, 9946299995, 9745655558.